എവിടെ പോണെന്നത്? മൗണ്ടൻസ് കാണാൻ പോവാ. ഞങ്ങള് തരണക്കി എന്ന് പറഞ്ഞിട്ട് ഒരു 5 hour ഡിസ്റ്റൻസ് ഉള്ള ഒരു ദൂരത്തിൽ പോവാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 1.5 hour ഡ്രൈവ് ആയിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കാർ. സൂപ്പർ കാർ. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ആയുള്ളൂ. നല്ല കാറ്റുണ്ട്. 5 മണിക്കൂർ ദൂരമുണ്ട് ഇവിടുന്ന്. നല്ല ഉറക്കമാണ്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊന്ന് സൈഡാക്കി. അതെന്റെ സിംബ. എന്താ കിട്ടണേന്ന് നോക്കാം. ഒരു വില്ലേജാണ്. വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടൗൺ. ഇവിടെ ഹോണ്ടയുടെ ഷോറൂമും മക്ഡൊണാൾഡ്സും ടൊയോട്ടയും എന്താടി ഒട്ടർഹങ്ക അല്ലേ, കർണാടകയിലൊക്കെ പോകുമ്പോഴുള്ള സ്ഥലങ്ങളുടെ പേര് പോലെ. ഹോണ്ട എന്നല്ലല്ലോ, ഹോണ്ട അല്ല, സ്ഥലത്തിൻ്റെ പേര് ഹങ്കാന്നോ ഹോങ്കാന്നോ അങ്ങോട്ടാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, ചെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു കഫേയിൽ കയറി. എല്ലാം ഫുള്ളഡ് ബീഫ് നാച്ചോസ്, ജാക്ക് ഫ്രൂട്ട് നാച്ചോസ്. ഇവിടെ ചക്ക കിട്ടും. ജാക്ക് ഫ്രൂട്ട് ഇവിടെ കണ്ടിട്ടില്ല. ചിക്കൻ ബർഗർ, പോർക്ക് ബെല്ലി, കുറേ ഉണ്ട്. എന്തായാലും ഞാനൊരു ഫുള്ളഡ് ബീഫ് നാച്ചോസ് കഴിക്കാമെന്ന് വെച്ചു. ഹോട്ട് ഡോഗ് ആൻഡ് ചിപ്സ്, ചിക്കൻ ആൻഡ് ചിപ്സ്. അടിപൊളി ഷോപ്പാട്ടോ. എന്താണ് ഇതിന്റെ പേര്? ബീഫ് നാച്ചോസ്. ഞാൻ ബൂംബാങ്ങിന്റെ ഇതിൽ കണ്ടിട്ടുണ്ട്. ഇതെന്ത് പറഞ്ഞു നിന്റെ? ഹോട്ട് ഡോഗ് ആൻഡ് ചിപ്സ്. അതന്നെ എന്താ കഴിക്കാം അല്ലേ? ഓ, ഹോട്ട് ചോക്ലേറ്റ്. ഇതെന്ത് കെച്ചപ്പ്? ചിക്കനാണ് ഇപ്പൊ കഴിക്കാൻ പോണേ. ചൂടുണ്ടാ? നല്ലാണോ? ഇതെന്താണത്? Is it good? നമ്മളൊരു ഫോറസ്റ്റിന്റെ അകത്തുള്ള ഒരു വാട്ടർഫോൾ കാണാൻ പോവാ. ഒമരു വാട്ടർഫോൾ. വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഹൈക്കൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോകാമെന്ന് വെച്ചു. നല്ല സേഫ് ആയിട്ടുള്ള കാടാട്ടോ. പിന്നെ ന്യൂസിലാൻഡിലെ കാട്ടിൽ പാമ്പ്, ചേവന തൊട്ട പുലി, സിംഹം അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല. വല്ല അട്ടയോ വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇറ്റ് ഈസ് സേഫ്. ഇതാണ് കണ്ടോ, അത്യാവശ്യം നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ്. കണ്ടോ, ഞാൻ ഷൂട്ടില്ല, ഇവരൊക്കെ ഷൂട്ടു. അട്ട ഉണ്ടാവും, നോക്കാം. പോകുന്ന വഴി ചെറിയൊരു അരുവി ഉണ്ട്. ഇത് അരുവിയാണോ റിവർ ആയിരിക്കും അല്ലേ? അല്ല, ഈ മറ്റേ വാട്ടർഫോളിൽ നിന്ന് തന്നെ റിവറിൻ്റെ ഇതായിരിക്കുള്ളൂ, പാർട്ടായിരിക്കുള്ളൂ. ഡേർട്ടി വാട്ടർ. ഇപ്പോൾ കലങ്ങി കിടക്കാം, മഴ പെയ്തിട്ടായിരിക്കും. അമ്മേ, അങ്ങോട്ട് പോകും തോറും നല്ല കൂരിട്ടുള്ള കാടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് വണ്ടികളുള്ളൂ അവിടെ. കുറേ പേരൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള ഒരു ടീം ബോർഡുണ്ടല്ലേ, ജർമ്മനിയിൽ നിന്നുള്ള ഒരു കപ്പിൾസ് ജസ്റ്റ് ഇപ്പോൾ നടന്നു വന്നവരിപ്പോൾ കാറിൽ കയറി പോകണ്ടേ. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് വെച്ചു. എന്തായാലും നല്ല അത്യാവശ്യം കാടിൻ്റെ അകത്ത് കയറുമ്പോൾ ഇരുട്ടുണ്ട്. പിന്നെ നല്ല മരങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മരത്തിലൊക്കെ ഇങ്ങനെ പൂപ്പൽ പിടിച്ച് നല്ല വഴി കുറച്ച് സ്കിഡിയാണ്, മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കറക്റ്റായിട്ട് വാക്ക് വേ ഉണ്ട്, നമുക്ക് വഴി തെറ്റി പോകാനൊന്നുമില്ല. കറക്റ്റായിട്ടൊരു വാക്ക് വേ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി നടക്കാൻ തുടങ്ങിയിട്ട്. അകത്തോട്ട് പോകുന്തോറും ആ കാടിൻ്റെ ഒരു എന്താ പറയുക, ഭംഗി കൂടി വരുന്നുണ്ട്, വന്യഭംഗി കൂടി വരുന്നുണ്ട്. അയ്യോ, പേടിയുണ്ടാ? അതാണ് പേടിയുണ്ടാ? കണ്ടാ
നിനക്കാ? ശരിയാ, ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നും. കണ്ടോ ഈ മരമൊക്കെ കണ്ടോ? ഉയ്യോ, സ്ലിപ്പറി ആട്ടാ, സൂക്ഷിച്ചുവാ. നമ്മൾ ഈ ഒരു പുഴ ഫോളോ ചെയ്ത് പോയാൽ മതി. ഇവിടെ ഒരു ചെറിയ തടാകമല്ല, തോട് പോലെ. അതിനെ ഫോളോ ചെയ്ത് നമ്മൾ എവിടെയാണോ ലാസ്റ്റ് അത് എൻഡ് ആവുന്നത് അവിടെയാണ് വാട്ടർഫോള്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ വേരുകളൊക്കെ കാണാം. പിന്നെ ഇതാ ഇടയ്ക്കിടയ്ക്ക് നാച്ചുറലായിട്ടുള്ള തോട്, എനിക്ക് തോന്നുന്നു വെള്ളം വരുന്നതായിരിക്കും. ഇവിടെ ഇതാ ചെറിയൊരു പാലം പണിത് വെച്ചിട്ടുണ്ട്. ഈ മരമൊക്കെ കണ്ടോ, നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം മഴ പെയ്യുന്ന കാടാണെന്ന് തോന്നുന്നു, കാരണം എല്ലാ മരവും ഇങ്ങനെ പൂപ്പൽ പിടിച്ചിരിക്കുക. ഈവൻ നടക്കുന്ന വഴിയുടെ 2 സൈഡിലും പൂപ്പലാണ്. അത് നടക്കുന്ന പോർഷനിൽ മാത്രമേ ഉള്ളൂ കുറച്ചിങ്ങനെ ചെളിയുള്ളൂ, ഫുട് പ്രിൻറ്റും കാണുന്നുള്ളൂ. നമ്മളിപ്പോൾ നടന്നു വരുമ്പോൾ ഒരു USA അല്ലേ കുഞ്ഞാ, USA എന്നുള്ളൊരു ഫാമിലിനെ കൂടി കണ്ടു കേട്ടോ. അവരെയും കണ്ട് സംസാരിച്ചു. ഓൾമോസ്റ്റ് ഇനി ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. എന്തായാലും കൊള്ളാം. പിന്നെ ഒത്തിരി ഹൈറ്റല്ല, മീൻസ് കയറ്റമൊന്നുമല്ല, ചുമ്മാ ഫ്ലാറ്റായിട്ടുള്ള റോഡാണ്, മീൻസ് ട്രാക്കാണ്. അതുകൊണ്ട് പിന്നെ ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല നടക്കാനായിട്ട്. ഫ്രണ്ട്സ് പേടിച്ചാണ് വരുന്നത്, പക്ഷെ ചെറുതാ, തോടിൻ്റെ സൈസേ ഉള്ളൂ, താഴ്ചയുമില്ല അടിയിലേക്ക്. ഇനി ഇങ്ങോട്ട് അത്യാവശ്യം നല്ല കാടുമുണ്ട്. വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്സ് കയറണം. അയ്യോ, കുറേ ഉണ്ട്. ഓ അയ്യോ, ഇത് ഫോണിൽ എത്ര ഇതുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ല ഹൈറ്റ്, ഒരു കിണർ പോലെ. അയ്യോ, അടിപൊളി. എങ്ങനെയുണ്ട്? അങ്ങനെ ഫൈനലി ഒമരു വാട്ടർഫോൾസ് കണ്ടു. 1 കിലോമീറ്റർ 1.8 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു ഹൈക്ക്. അവസാനം കഴിയുമ്പോൾ കുറേ സ്റ്റെപ്സ് വന്നു. അടിപൊളി സ്പോട്ട്, പക്ഷെ ആരുമില്ല, നല്ല കാട്. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി. അധികം ആൾക്കാരൊന്നും പോകുന്നില്ല കേട്ടോ അങ്ങോട്ട്, കാരണം അത്യാവശ്യം അഡ്വഞ്ചറസ് ആണ് ഈ വോക്ക്. നല്ല എന്താ പറയുക, അടിപൊളി ഫോറസ്റ്റ് അല്ലേ. കുറച്ച് പേടിയാവും നടന്നൊക്കെ വരുമ്പോൾ. നമ്മൾ ഇത്തിരി ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങ് നടന്നേ ഉള്ളൂ. പിന്നെ പോണ വഴിക്ക് ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ഓരോരുത്തർ അങ്ങോട്ട് കിടക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിനി ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ച്. ആ, Also, I actually buy a ball for the beach. ബോൾ? Yes. ടു പ്ലേ. Yeah, the beach. നമ്മൾ 3 സിസ്റ്റേഴ്സ് എലിഫന്റ് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. തരണക്കി പോണ വഴിക്കുള്ള സ്ഥലമാണ് ഇത്. കണ്ടോ, ലൈം സ്റ്റോണിൻ്റെ മലയുടെ സൈഡിൽ ബീച്ചാണ്. ഇപ്പോൾ പോകാനായിട്ട് വഴിയുണ്ട്. ഇവിടെ ചെളി കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ വേലിയേറ്റത്തിൽ ഇത് വന്ന് കയറുന്ന. ഡോണ്ട് ജാം നദാ, ജസ്റ്റ് വാക്ക്. നല്ല അനുസരണ. പിന്നെ അപ്പോൾ ഇവിടെ 3 പാർക്കലുകളുണ്ട് ബീച്ചിൽ. ഒരെണ്ണം ആനനെ പോലെ ഇരിക്കണമെന്ന് പറയണം. അതങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നടക്കണ വഴിയൊക്കെ നല്ല നനവുണ്ട്. അപ്പോൾ ഇത് വേലിയേറ്റം ആയിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടി ടൈം ആയിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കയറും. ഇവിടെ മൊത്തം വെള്ളം കയറുന്നതാ. അതെനിക്ക് പേടി, വേറെ പേടിയൊന്നുമില്ല. ബ്ലാക്ക് സാൻഡാണ് ഇവിടുത്തെ ബീച്ചിന്. സാധാരണ നമ്മൾ കാണുന്ന വൈറ്റ് അല്ലേ, ഇത് മറ്റേ എന്താണ്, ലാവയോ എന്തോ സാധനം വഴി വന്നെന്ന് പറയുന്ന. കണ്ടോ, അതൊക്കെ ഗുഹയാണ്. നാച്ചുറലായിട്ടുള്ള ലൈം സ്റ്റോണും ഗുഹയൊക്കെ ആയിട്ടുള്ള പ്ലേസുകളാണ്. അങ്ങോട്ട് പോകുമ്പോഴാണ് ആ പാറ എന്ന് പറയണം. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ വേലിയേറ്റം വന്നേക്കാളും മുമ്പ് നമ്മളത് കണ്ട് തിരിച്ചു വരണം, അതാണ് ടാസ്ക്. വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ നീന്താനും അറിയില്ല, ആകെ കഷ്ടപ്പാടായിപ്പോൾ. അപ്പോൾ ഫാസ്റ്റായിട്ട് പോകണം. ഇതാണ് എലിഫന്റ് റോക്ക്. അത് എലിഫന്റിന്റെ തുമ്പിക്കൈ പോലെ തോന്നുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത് വീഡിയോയിൽ കാണുമ്പോൾ എനിക്കറിയില്ല, പക്ഷെ ശരിക്കും ഒരു എലിഫന്റ് ഇരിക്കുന്ന പോലെയോ എന്ന് തോന്നും. ആ സ്റ്റാർട്ടിങ് പോയിന്റ് തുമ്പിക്കൈയാണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ഒരു ആനേനെ പോലെ 3 പാറകളോട് ഒരുമിച്ച് നിൽക്കുന്നതാണ് 3 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് 4 കാണാം. 3 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുണ്ടോ സമയമായതുകൊണ്ട്. ഭയങ്കര കാറ്റടിച്ചിട്ട്
കാറ്റടിച്ചിട്ട് തെറിച്ചു പോണു. മൊബൈലൊക്കെ കഴിയുന്നത് തെറിച്ചു പോകണം. അതുപോലെ കാറ്റ്. ഇവിടൊക്കെ വെള്ളം കയറും. ഇനി അതാണ് നമ്മൾ ലേശം ലേറ്റായി പോയി. അപ്പോൾ നാളെ വരുമ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, നാളെ ഈ വഴിക്കാണെങ്കിൽ കയറാം. പിന്നെ ഭയങ്കര സ്കാരി ഫീൽ.